ആരംഭഹീനർക്ക് രക്ഷനൊടുക്കേണം ആരംഭത്തോഹാവിൻ അരുൾ നമ്മളോർക്കേണം അവസരെ കണ്ണൂനീർ ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം ഓശാരം എത്തിമിന്നത്താണി കൊണ്ടത്തായം പതിമക്കത്തോതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷം. പിന്നെ അഡ്വക്കേറ്റ് ഷിഹാബ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, റിലേറ്റീവാണ്. ഷിഹാബിൻ്റെ സിസ്റ്റർ കെട്ടിച്ച വീട്ടിലാണ് നമ്മളുള്ളത്, ചെറിയ പെങ്ങളെ കെട്ടിച്ച വീട്ടിലുള്ളത് പുതുപ്പറമ്പാണ്. ഈ വീട് തന്നെ അതിമനോഹരമാണ്. ഇൻറ്റീരിയറൊക്കെ അവിടെ നാച്ചുറൽ ഫൗണ്ടനും അതേപോലെ തന്നെ ആ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഉപ്പാൻ്റെ വർക്കാണ് അല്ലേ? സന്തോഷം. ഉപ്പാൻ്റെ പേരെന്ന് പറയും? ഷറഫുദ്ദീൻ. ഉമ്മയുടെ പേര്? വരൂ. അപ്പോൾ ഇതാണ് സിസ്റ്റർ. ഓക്കെ. പിന്നെ അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് കാണേണ്ടത് ഈ വീട്ടിൽ ഒരുപാട് ഗായകരുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. വല്യപ്പ വഴി പാട്ട് ആ പാരമ്പര്യം കിട്ടിയതാണ്. ഒരു സ്കൂളിലോ കോളേജിലോ പോയിട്ട് പാട്ട് പഠിച്ചതല്ല. പക്ഷേ ഈ ട്രോഫി കണ്ടാൽ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും അത്രയധികം സ്കിൽഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഹന്ന ഫർസീൻ പുതുപ്പറമ്പിൽ. ഏതായാലും സന്തോഷം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിയാബ് എന്താണ് ബ്രദർ എന്നുള്ള പെങ്ങളെ കുട്ടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നിയ വെച്ചാൽ പഠനത്തോടൊപ്പം തന്നെ പഠനേതര മേഖലകളിലും വളരെയധികം കഴിവ് തെളിയിച്ചൊരു കുട്ടിയാണ്. ചെറുപ്പം മുതലേ പറഞ്ഞ പോലെ മത്സരം, ഞാൻ ചിലപ്പോൾ തമാശക്ക് പറയലുണ്ട്, ഇവിടെ ട്രോഫികൾ വരുമ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇവർ തമ്മിൽ തന്നെ ഉണ്ട്. ബ്രദർ ആൻഡ് സിസ്റ്റർ തമ്മിലുള്ള മത്സരമാണ്. കാരണം ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു നമുക്ക് കാണുമ്പോൾ ഒരു അഭിമാനമുണ്ടല്ലോ. ചുമരുകൾ പോലും എന്താ പറയുക, ആനന്ദം കൊള്ളുന്ന രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കുറേ ഇവിടെ കാണുന്നുണ്ട്. മത്സരം മറ്റേ പഠന അക്കാഡമിക് മേഖലയാണെങ്കിലും അല്ലെങ്കിലും ഏത് മേഖലയിലും കഴിവ് തെളിയിച്ചുകൊണ്ട് കലയും പഠനവും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം നമ്മൾ പെങ്ങളെ മക്കളോട് അതാണ് ഞാൻ കൂടെ പരിചയപ്പെടുന്നത്. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതികൂടമിന്നൂടെ ആരാമത്തിൽ ധരങ്ങൾക്കുമായാത്ത അരുണിമയുണ്ടായിരുന്നു, ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു. അവളുടെ തളിരധരങ്ങൾക്കുമായാത്ത അരുണിമയുണ്ടായിരുന്നു, ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു. മഷിഴുതാത്തൊരാ കരിമിഴിപ്പൂക്കളിൽ, മഷിഴുതാത്തൊരാ കരിമിഴിപ്പൂക്കളിൽ കനവുകളേറെയുണ്ടായിരുന്നു, പ്രണയത്തിൻ മധുരിമയേറെയുണ്ടായിരുന്നു. ഗുണമണിയായ റസൂലുള്ള, തണിപ്പകരും ഗുരുനൂറുള്ള, ഇഹപര ഗുരുവം ഹബീബുള്ള, ഇറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്പർ 1. ഇവിടെ ഒരുപാട് മെമ്മൻറ്റോസ് കണ്ടു. അത് എന്തിനു കിട്ടിയതെന്ന് പറഞ്ഞൂടെ? കലോത്സവങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. എക്സാംസിന് SLCക്ക് ഫുൾ A+, +2ന് ഫുൾ A+, അല്ലേ, +1ന് ഫുൾ A+, ഡിഗ്രി പിന്നെ മഹാരാജാസ് കോളേജിൽ നിന്നും മാത്തമാറ്റിക്സിൽ കരസ്ഥമാക്കി. ഇപ്പോൾ B.Ed എവിടെയാണ്? പോണ്ടിച്ചേരി. ഏതാണ്? മാത്സ്. ടീച്ചറാവാൻ തന്നെ താല്പര്യം? മാഷാ അല്ലാഹ്. ഓക്കെ, സന്തോഷം. ഇതെങ്ങനെയാണ്, എത്രാം വയസ്സിലാണ് ഇങ്ങനൊരു കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായതോ? അത് LP തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ഐറ്റം ആയിട്ട് പങ്കെടുക്കുന്നത്. പിന്നെ TC മുഹമ്മദ്, പിന്നെ വല്യപ്പയാണ്. വാപ്പാന്റെ പേര് പറയും? ഷറഫുദ്ദീൻ. ഉമ്മ റെജീന. നമുക്ക് ഒരാളെ പരിചയപ്പെടുത്താണ്ടല്ലോ. ആരാണ്? അനിയനെ. അവന്റെ പേര് ആമിർ. അവൻ പാടോ? കുറച്ചൊക്കെ പാടും ഇദ്ദേഹം. പിന്നെ നിങ്ങളെ കോമ്പ പാട്ട് നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇഷൽ ഓർക്കസ്ട്ര പറഞ്ഞ ഒരു വലിയൊരു സംഗീത കൂട്ടായ്മയിലെ ഒരു സംഗീതം ഉണ്ട് അല്ലേ? ഇഷൽ ഓർക്കസ്ട്ര പുതുപ്പറമ്പ് ബേസ് ചെയ്തിട്ട്
അപ്പോൾ അതിൻ്റെ 2 പ്രോഗ്രാമിന് ഉദ്ഘാടകനായിട്ട് അല്ലെങ്കിൽ ഗസ്റ്റായിട്ടൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് മൊമക്ക നന്നായിട്ട് പാടിയിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ ശാരീരിക പ്രയാസം കൊണ്ടാണ് ഇപ്പോൾ പാട്ട് പാടാൻ ഇതുള്ളത്. വീട്ടിൽ വേറെ ആരൊക്കെ പാടും? ഫാമിലിയിൽ വല്യപ്പ, ഇവിടെ നിന്നാണ് തുടക്കം. പിന്നെ ഓളെ അലാപ്പും പാടും. എളാപ്പ. അനിയൻ. അത് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാണ്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് പിന്നെ വീട് പിന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം രസമായിട്ടുണ്ട്. അതെന്താ, ആരുടെ ഇതാണത്? അത് ഉപ്പാന്റെ നിന്റെ ഒപ്പാൻ്റെ. Yes. എന്താണ് വാപ്പോ കലാകാരനാണോ ഗായകനാണോ? ഭയങ്കര ആർട്ടിസ്റ്റിക് വേല് ചെയ്താണ്. നല്ല രസം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. എല്ലാം നാച്ചുറൽ ആണ്. കൊഞ്ചും സൂലേഖാത്തൻ കഥ കൊഞ്ചമരേ വീരെ കൂളൽ കൊഞ്ചും സൂലേഖാത്തൻ കാതൽ തടി മുഞ്ച് ഉതിലെങ്കി മറിഞ്ഞിടും കരുത്തൊരണ്ടേ മമ്പൂറപ്പൂ മഖാമിലേ മൗലാദ വീലവാസിലേ ഇമ്പപ്പൂവായ ഹുത്തബോലി സീതല വിരലി